നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. ഇതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു സാഹചര്യം രാജ്യത്തെല്ലായിടത്തുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിലവിലുണ്ട്. ഇന്നലെ റിസൾട്ട് വന്നത് മുതലേ ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇത്ര നേരവും ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് സത്യത്തിൽ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഇന്നലെ സൈലത്തിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സന്തോഷം എനിക്കുണ്ട് എങ്കിലും ആ സമയത്തും ഞാനത് പറഞ്ഞിരുന്നു. വ്യക്തിപരമായി ഈ റിസൾട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ദുഃഖം കൂടെ ഈ റിസൾട്ട് ബാക്കി വെക്കുന്നുണ്ട് എന്ന്. ഇവിടെ ഒരറ്റത്ത് വലിയ സക്സസ് സെലിബ്രേഷനുകൾ നടക്കുന്നുണ്ട്. ലഡുവും കേക്കും ഹൽവയും ഒക്കെയായി കുഞ്ഞുങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങനെയൊന്നും അല്ലാത്ത വലിയ അത്ഭുതം സൃഷ്ടിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പലരും വലിയ അത്ഭുതം ഉണ്ടാക്കിയിരിക്കുന്നു, വലിയ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അവർ വാങ്ങിയ 711കൾക്കും 710കൾക്കും 705കൾക്കും ഒക്കെ വലിയ മധുരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൈ നിറയെ 700ഒക്കെ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരുപാട് 720കളൊക്കെ രാജ്യത്ത് വന്നിരിക്കുന്ന വല്ലാത്തൊരു സാഹചര്യമുണ്ട്. രാജ്യത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒരുപാടേറെ 100ഉം 200ഉം ഒക്കെയായി നോർത്തിലൊക്കെ വലിയ 700കൾ വന്നിരിക്കുന്നു. അതൊക്കെ വരുന്ന സമയത്ത് NTA അനൗൺസ് ചെയ്തിരിക്കുന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല കൺഫ്യൂഷനുകളും രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പരീക്ഷ ലേറ്റായി നടത്തിയതിൻ്റെ പേരിൽ കുറേ പേരുടെയെങ്കിലും മാർക്ക്, ബോണസ് മാർക്കൊക്കെ കൊടുത്ത് അവരുടെ മാർക്ക് കുറച്ചുകൂടെ കൂട്ടുമ്പോഴൊക്കെ കുറേ പേരുടെ അവസരം അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നുണ്ട്. പരീക്ഷ ലേറ്റായി നടത്തിയതിന് എന്താണ് NTAക്ക് കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങളോട് അവർ കൊടുത്ത ബോണസ് മാർക്കിനൊക്കെ പ്രതിവിധിയായി പറയാനുള്ളത് എന്നൊക്കെയുള്ള വല്ലാത്തൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നാം നമ്മളുടെ കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണോ എന്ന ചോദ്യം സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ദുഃഖം. എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പേരിൽ ഒരു കുട്ടിയിലും ഒരു ട്രോമയും ഉണ്ടാവരുത് എന്നുറപ്പിച്ചാണ് ഞങ്ങളുടെ കഴിഞ്ഞ അക്കാഡമിക് ഇയർ കടന്നുപോയത്. എല്ലാ കുഞ്ഞുങ്ങളും ഹാപ്പി ആയിരിക്കണമെന്ന് 100% ആഗ്രഹിച്ചാണ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചത്. ഒരു ഡിപ്രഷനുകൾക്കും ഒരു ട്രോമകൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ 660ൻ്റെ മുകളിലേക്കൊക്കെ കട്ട് ഓഫ് വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയ സങ്കടത്തിലും ട്രോമകളിലും ഒക്കെയാണുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ സൈലത്തിൻ്റെ കുട്ടിയെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ എല്ലായിടത്തുമുള്ള മെജോറിറ്റി കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. 650നും 660നും ഇടയിൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം എന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഞാനവരൊക്കെ ഇവിടുത്തെ ആ കുഞ്ഞുങ്ങളെ മുഴുവനും ഞാനിപ്പോൾ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് അവരോടൊക്കെ സംസാരിക്കാനുണ്ട്. ഒരാളെ വിളിച്ച് അടുത്ത ആളെ വിളിച്ച് സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിക്കും. ഒരാളുടെ വിളിച്ച വിളി പോലും എനിക്ക് അരമണിക്കൂറൊന്നും കഴിയാതെ വെക്കാൻ പറ്റുന്നില്ല. പലരും സങ്കടത്തിൽ, ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് വിളിച്ച സമയത്ത്. അത്ര വിഷമത്തിലാണ് പല കുട്ടികളും ഇരിക്കുന്നത്. കാരണം 650 മാർക്ക് കടന്നാൽ നിങ്ങൾ സേഫാണ് എന്ന് 1000 വട്ടം അവരോട് പറഞ്ഞ കോച്ചിങ് സിസ്റ്റമാണിത്. ആ സിസ്റ്റമാണ് നിങ്ങളിപ്പോഴും സേഫ് അല്ല എന്നൊരു ദിവസം പെട്ടെന്ന് അവരോട് സംസാരിക്കുന്നത്. അതും പരീക്ഷ നടത്തിപ്പിൻ്റെ ജെന്യുവിനിറ്റിയെക്കുറിച്ചും വലിയ മാർക്ക് ഹ്യൂജായി അടുത്തടുത്ത സീരിയൽ നമ്പറുകൾക്ക് വന്നിരിക്കുന്നതിൻ്റെ ജെന്യുവിനിറ്റിയെ പറ്റിയുമൊക്കെയുള്ള വലിയ ചർച്ചകൾ ഒരറ്റത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ NTAക്ക് മനസ്സിലാവുമോ എന്നത് സംശയമാണ്. NTAക്ക് മനസ്സിലാവുമോ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ നടത്തുന്ന ആളുകൾക്ക് ഈ പരീക്ഷ നടത്തിപ്പിൽ എന്തെങ്കിലും തരം തിരിമറികൾ നടന്നിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഭാഗവാക്കാവുന്ന ആളുകൾ ഈ കുഞ്ഞുങ്ങളുടെ വിഷമം മനസ്സിലാക്കുമോ എന്നത് സംശയകരമാണ്. അത് മനസ്സിലാക്കണം. വരും കാലങ്ങളെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാത്ത പരീക്ഷാകാലങ്ങളാവണം എന്ന ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ഇലക്ഷൻ റിസൾട്ട് രാജ്യത്തെല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ റിസൾട്ട് ഒളിച്ചു കടത്തുന്നത്
എന്ന് ചോദിച്ച പാരൻ്റൽ ഓഡിയൻസ് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഒരു ദേശീയ പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ടത് രാജ്യമൊട്ടാകെ എലക്ഷൻ അനൗൺസ്മെൻറ്റിൽ തിരക്ക് പിടിച്ചിരിക്കുന്ന നേരത്താണോ? എല്ലാ ചർച്ചകളും എല്ലാ മീഡിയകളും ഇലക്ഷൻ റിസൾട്ടിലേക്ക് ഉണർന്നിരിക്കുന്ന നേരത്ത്, മറ്റൊരു ചർച്ചകൾക്കും സ്കോപ്പില്ലാത്ത നേരത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഏതെല്ലാമോ ചർച്ചകളെ മൂടിവെക്കാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളെ ഒന്നും ഗൗരവത്തിലെടുക്കാതെ ആർക്കും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയുകയില്ല. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സങ്കടത്തിലും കണ്ണുനീരിലും ചോരയിലും ചവിട്ടിയല്ല നാം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ നാം എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഭാവിയോ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് 650 കടന്ന കുഞ്ഞുങ്ങളോട് എല്ലാവരോടും 650 വന്ന് മുട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഒക്കെ എനിക്ക് ഒന്ന് കൺഗ്രാജുലേഷൻ പറയണമെന്നുണ്ട്. വലിയ എഫേർട്ടാണ് നിങ്ങളെടുത്തത്. നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും. 660 കടന്ന ആളുകൾ എല്ലായിടത്തു നിന്നും അഭിനന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതുവരെയുമുള്ള എല്ലാ പരീക്ഷകളിലും അഭിനന്ദിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ മാർക്ക് കിട്ടിയവരെ പൂമാലയിട്ടും നിങ്ങളുടെ മാർക്ക് കിട്ടിയവരുടെ ഫ്ലക്സ് ബോർഡ് വെച്ചും നിങ്ങളുടെ മാർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയവരുടെ ഫോട്ടോകൾ പത്രത്തിൽ അനൗൺസ് ചെയ്തും നിങ്ങളുടെ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെങ്കിലും ഇവിടെ ഉണ്ടാവണമേ എന്ന് ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒക്കെയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ മാർക്കും കൊണ്ട് ദുഃഖിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ഒരു കുറഞ്ഞ മാർക്കല്ല. 651, 52, 53 എന്നൊക്കെ പറഞ്ഞുള്ള മാർക്ക് കിട്ടിയ ഓരോ കുഞ്ഞുങ്ങളുടെ പേര് കാണുമ്പോഴും ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. എല്ലാവരും നന്നായി പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളൊക്കെയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളാണ്, ഗംഭീര സ്റ്റുഡൻസാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും നന്നായി പരീക്ഷ എഴുതി, സത്യസന്ധമായി പരീക്ഷ എഴുതി. ഒരു കള്ളത്തരങ്ങളുടെ ഭാഗത്തും നിങ്ങളുണ്ടായിരുന്നില്ല. സൈലത്തിനത് അങ്ങനെ തന്നെ പറയാനാവും. ഒരു കള്ളത്തരങ്ങളുടെ ഭാഗത്തും ഒരിക്കലും ഞങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഈ കാണുന്ന 5, 10, 700 പ്ലസ്സുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു കള്ളത്തരങ്ങളുടെയും തുടർച്ചയിലുള്ളതല്ല. അതുകൊണ്ടാണ് അവരെ കാണുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അതെല്ലാം സൈലത്തെ തലയെടുപ്പോടെ മുന്നോട്ട് നടത്തുന്ന കുഞ്ഞുങ്ങളാണ്. 695, 90, 98 ഒക്കെ എടുത്ത് 700ൻ്റെ താഴെ നിൽക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് 700കളാണ്. അതുപോലെ 650, 651, 52 ഒക്കെ കിട്ടിയവരെല്ലാം ഞങ്ങൾക്ക് 660 കടന്നുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതേ വാല്യൂവിൽ ഞങ്ങൾ കാണുന്നവരാണ്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വിജയിച്ചവരായി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളങ്ങനെ കണ്ടാൽ മാത്രം പോരാ. ഈ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയണം. ഇന്നലെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ 660 എന്ന കട്ട് ഓഫ് പറയുമ്പോൾ പോലും ഞാനതിൻ്റെ താഴെ ഞാനിവിടെ ഒന്ന് 650 എന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചത് എൻ്റെ ഉള്ളിൽ അത്രമാത്രം വേദനിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ഞാനവിടെ 650 എന്ന് തന്നെ ഇപ്പോഴും മനസ്സിൽ എഴുതി വെച്ചാണ് ഇരിക്കുന്നത്. ഓൾ ഇന്ത്യ ക്വാട്ടയിലൂടെ മാക്സിമം ആളുകൾ അപേക്ഷിക്കുകയും മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകളേക്കാൾ അങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഓൾ ഇന്ത്യ ക്വാട്ടയിലൂടെയൊക്കെ പോകുമ്പോൾ കുറേ കൂടെ സീറ്റൊക്കെ ഒഴിഞ്ഞു വന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അലോട്ട്മെൻറ്റിലേക്കൊക്കെ പോവണം, മാറിയിരിക്കരുത്. അലോട്ട്മെൻറ്റിലൊക്കെ ഭംഗിയിൽ പങ്കെടുക്കണം, കിട്ടും എന്ന അപാരമായ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ തന്നെ എനിക്ക് സത്യത്തിൽ വലിയ സങ്കടമുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഗംഭീരരായ കുട്ടികളായതുകൊണ്ട് ഈ പ്രൊഫഷന് മേലുള്ള പാഷൻ നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. പറ്റിയാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. മാനസികാവസ്ഥയൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. റിപ്പീറ്റർ ക്ലാസ് റൂമിൽ വന്നിരിക്കണം. എല്ലാവർക്കും സ്കോളർഷിപ്പൊക്കെ സൈലം ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ട് ആ മാർക്കിന്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇവിടെ വന്നടയ്ക്കുന്ന ഫീസൊന്നും കണ്ടിട്ടല്ല നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫീസ് അടക്കാതെ ഇങ്ങോട്ടേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും ഫീസോ നിങ്ങളിൽ നിന്നുണ്ടാവുന്ന റവന്യൂ ജനറേഷനോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങളെല്ലാവരും ഫ്രീ ആയി തന്നെ ഇവിടെ പഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഫ്രീ ആയി പഠിപ്പിക്കുന്നവരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് അവരോടാണല്ലോ പറയുന്നത് എന്നതിൻ്റെ ഒരു സന്തോഷം ഒരറ്റത്ത് എനിക്കുണ്ട്. അല്ലാതെ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ ദുഃഖത്തിൽ നിന്നും നിങ്ങളിൽ നിന്ന് കുറേ ഫീസൊക്കെ ആഗ്രഹിച്ചിട്ടാണോ അത് പറയുന്നത് എന്നുള്ളൊരു പൊള്ളൽ എനിക്കുള്ളത് കൊണ്ട് അങ്ങനെയല്ല പറയുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെയാണ്.
നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്, നന്നായി പഠിച്ച മക്കളാണ്. കേരളത്തിലെ സൈലത്ത് പഠിച്ചവരോടൊന്നും അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ മക്കളോടും 660 മാർക്കിൻ്റെ താഴോട്ടേക്ക് പോയി 650ലും 640കളിലും ഒക്കെ ഇപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ 600നൊക്കെ മുകളിലോട്ടേക്ക് കടന്നുപോയവർ പോലും ഗംഭീരമായി പഠിച്ച ആളുകളാണ്. അവരോടൊക്കെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊക്കെ നന്നായി പഠിച്ച മക്കളാണ്. അതുകൊണ്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ പോലും നിങ്ങൾ റിപ്പീറ്റർ ക്ലാസ് റൂമിൽ വന്നിരിക്കണം. നിങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങളെല്ലാം അടുത്ത വർഷം ജെന്യുവിനായി തന്നെ, അല്ലേ, ഒരു 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 മറ്റ് ചർച്ചകളുടെയും ഒരു വിവാദങ്ങളുടെയും ഭാഗത്തോട് അരികു ചേർന്ന് നിൽക്കാതെ ജെന്യുവിനായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത വർഷം അതിഗംഭീരമായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ശോഭനമായൊരു ഭാവിയും കാലവും ഒക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ സങ്കടങ്ങളോടുകൂടെ തന്നെ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കരച്ചിലോടുകൂടെ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ച് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളെ ഇരുത്തൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. നിങ്ങളിലാണ് ഭാവി. തളർന്നിരിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്, വിഷമിക്കരുത്. നന്നായി പരീക്ഷ നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി മറ്റ് വിവാദങ്ങളെല്ലാം ഏത് ദിശയിലേക്ക് പോകും എന്ന് ഗൗരവത്തോടെ സൈലവും നോക്കിയിരിക്കുകയാണ്. അത് NDAക്കെതിരെ ഒരു വലിയ പരാതിയായി ഉയരുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, ആ പരാതികൾ കുഞ്ഞുങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും സൈലവും ഉണ്ടാവും. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ആ പരാതിയിലേക്കല്ല കടക്കുന്നത്. ഞാൻ വീണ്ടും വരുന്നത് നിങ്ങളിലേക്കാണ്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിലേക്കാണ്. 700കളുടെയും 660 മുകളിൽ പോയ ഒരുപാടേറെ കുഞ്ഞുങ്ങളുടെയും സെലിബ്രേഷനിൽ മാത്രം പങ്കെടുത്തിരിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥ എനിക്കെന്നല്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈ സ്റ്റേറ്റിലെ ഒരു അധ്യാപകർക്കും കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സൈലത്തിലെ മാത്രമല്ല, ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന ഒരു അധ്യാപകർക്കും കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെല്ലാം അങ്ങേയറ്റത്തെ ദുഃഖത്തിലും ദുരന്തത്തിലുമായിരിക്കും. അവരാരും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവരെയെല്ലാം സങ്കടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെവിയിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഴുകുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടിയാണ്. അവർക്കെല്ലാം വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ മുഴുവനും ഞാൻ എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർത്തുന്നത്. നിങ്ങളെല്ലാം ഗംഭീരരായി തീരുക തന്നെ ചെയ്യും. ഭാവി നിങ്ങളുടേതാണ്, വിഷമിക്കരുത്.